ഹായ്. അപ്പോൾ ഇന്നൊരു പ്രത്യേക വിഭാഗം ആൾക്കാരോട് സംസാരിക്കാനുള്ളത്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗമൊക്കെ ചെയ്ത ആൾക്കാരോടാണ് ഈ സംസാരിക്കാനുള്ളത്. അങ്ങനെ അല്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട് ഓർത്ത് സമയം കളയേണ്ട കാര്യമില്ല. അങ്ങനത്തെ ആളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മോശം അനുഭവമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ മനുഷ്യരെല്ലാവരും ഭയങ്കര ഈഗോ സെൻട്രിക് ആണ്. അതായത് എല്ലാവർക്കും പൊതുവേ സ്വന്തം കാര്യം മാത്രമാണ് താല്പര്യം. മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഒരു താല്പര്യവുമില്ല. പക്ഷേ ചില ആൾക്കാർ ഇങ്ങനെ ത്യാഗികളായിട്ട് മാറും. അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അത് റെയറാണ്. എന്നാലും അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനും പല കാരണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് താല്പര്യം ഉണ്ടായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരുമുണ്ട്. അല്ലാതെ ചെയ്യുന്നവരുമുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രധാന റീസൺ ടോക്സിക് പാരൻറ്റ്സ് ആയിരിക്കും. നമ്മളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന നമ്മൾ കൊച്ചിലേ മുതലേ നമുക്കൊരു ക്രേവിങ് നമ്മുടെ ഉള്ളിലുണ്ടാവും. അവരുടെ പേരൻസിനെ നമ്മൾ സ്നേഹിച്ചാൽ ചിലപ്പോൾ അവർ നമ്മൾ തിരിച്ച് സ്നേഹിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം അത്രയും മോശമായിട്ടുള്ള അനുഭവം നമുക്കുണ്ടാവും. പിന്നെ പൊതുവേ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു കോപ്പിംഗ് മെക്കാനിസം നമ്മുടെ ഉള്ളിലുണ്ടാവും. അതായത് കുട്ടികളെപ്പോഴും ചിരിച്ചും കുസൃതിയായി കാണിച്ചും ചില കോമാളിത്തരമൊക്കെ കാണിച്ച് പാരൻസിൻ്റെ അറ്റൻഷൻ എടുക്കാൻ വേണ്ടി നോക്കും. കാരണം കുട്ടികൾക്ക് പാരൻസിൻ്റെ അറ്റൻഷൻ വേണം. ഇതൊക്കെ ചെയ്തിട്ടും കുട്ടിക്കാലത്ത് അത് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വലുതാവുമ്പോഴും നമ്മൾ ഒരുപാട് ത്യാഗവും ഒരുപാട് കാര്യങ്ങളൊക്കെ ആൾക്ക് വേണ്ടി ചെയ്യും. താല്പര്യത്തോടു കൂടിയും ചെയ്യും, താല്പര്യമില്ലാതെയും ചെയ്യും. റിലേഷൻഷിപ്പിൽ സംഭവിക്കാം, ടോക്സിക് റിലേഷൻഷിപ്പിൽ സംഭവിക്കാം. പിന്നെ ചില ആളുകൾക്ക് പൊതുവേ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്നൊരു താല്പര്യം തോന്നും. പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ്. പ്രത്യേകിച്ച് ഈ ഒരു ടോക്സിക് അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടികൾക്കാണ് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം വലുതാകുമ്പോൾ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. ഈ ടോക്സിക് പാരൻസ് ഇല്ലെങ്കിൽ പോലും വളരുന്ന ചൈൽഡ്ഹുഡ് ചിലപ്പോൾ ട്രോമാറ്റിക് ആയിരിക്കും. പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. മറ്റ് ഫാമിലി മെമ്പേഴ്സിൽ നിന്നുണ്ടാവാം. ഇനി ഫോർ എക്സാമ്പിൾ പലർക്കും അവരുടെ പാരൻസ് ടോക്സിക് പാരൻസ് ആണെന്ന് പോലും അറിയത്തില്ല. നമ്മളെപ്പോഴും കുറ്റം പറയുന്ന, നമ്മൾ എന്ത് ചെയ്താലും തൃപ്തി വരാത്ത പാരൻസ് അവരെ പ്രൗഡാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അവർ ടോക്സിക് പാരൻറ്റിങ് ആണെന്ന് പോലും മനസ്സിലാക്കാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ വിചാരിക്കും ഇങ്ങനെയാണ് അച്ഛനും അമ്മയും, ഇത് നോർമലാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇനി ലെറ്റ് ഇറ്റ് ബി, അതങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഇവർക്ക് പിന്നീട് എന്ത് സംഭവിക്കും? ഞാൻ 3 തരം ആൾക്കാരെയാണ് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കണ്ടിട്ടുള്ളത്. അതിലൊരു തരമാണ് ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യം. അവർ പിന്നീട് വളരെ ഈഗോ സെൻട്രിക് ആയിട്ട് മാറും. വളരെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് മാറും. അതായത് ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇത്രയൊക്കെ ചെയ്താൽ എനിക്ക് വളരെ മോശം അനുഭവങ്ങളുണ്ടായി. ഉറപ്പായിട്ടും മോശം അനുഭവം എങ്ങനെ ചെയ്തവനും ഉണ്ടാവും, അതിൽ സംശയമൊന്നും വേണ്ട. മോശം അനുഭവങ്ങൾ മാത്രമാണ് എനിക്കുണ്ടായത്. ഞാൻ എന്തിനു വേണ്ടി ഈ മോശം അനുഭവമെല്ലാം സഹിക്കണം? ഇല്ല, ഇനി ഞാൻ ചെയ്യില്ല. ഇനി എനിക്ക് എൻ്റെ കാര്യം മാത്രം മതി. എനിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് മാറും. ഇതിങ്ങനെ മാറുമെന്ന് മാത്രമല്ല, ഇത്തരം ആളുകളെ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവരെപ്പോഴും അവരുടെ കാര്യങ്ങൾ മാത്രം കെയർ ചെയ്യുന്നു എന്ന് മാത്രമല്ല, അപ്പോഴും അവർ സബ് കോൺഷ്യസ്ലി ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യും. ചെയ്താൽ പോലും കാരണം അവരെ ബിഹേവിയർ അങ്ങനെ പാറ്റേൺ സെറ്റായിപ്പോയി. എന്നിരുന്നാൽ പോലും അവർ ചിലപ്പോൾ അറിയാതെ അവരെപ്പോഴും അവരെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനിത് ചെയ്യുന്ന ത്യാഗമൊന്നുമല്ല, ഞാൻ എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ഞാൻ മറ്റതാണ് ചെയ്യുന്നത്, മറിച്ചാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ ത്യാഗം ചെയ്യുകയും ചെയ്യും. എന്നാൽ അവരെപ്പോഴും അവരെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരാൾ അവരെപ്പറ്റി ഒരു പോസിറ്റീവ് കോംപ്ലിമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനെപ്പറ്റി റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവരുടെ ഈഗോ ഒരു വല്ലാത്ത രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. കാരണം അവരുടെ കൺട്രോളിലല്ലാതെ സംഭവിച്ചൊരു കാര്യമാണ്. അത് വല്ലാത്തൊരു രീതിയിലേക്ക് വളർന്ന് അതിപ്പോൾ സത്യമായ വിഷമുള്ളൊരു പാമ്പിനെ പോലെയായി മാറിക്കഴിഞ്ഞു. ഇനി വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്. അവരൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അടിമ മനോഭാവത്തിലേക്ക് പോകും. അവർ എല്ലാ കാലത്തും ഇങ്ങനെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ത്യാഗമൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടി മറ്റുള്ളവരെ കാലിൽ പിടിച്ച് അത് നഷ്ടപ്പെടുത്തി ഇത് നഷ്ടപ്പെടുത്തി സത്യമായ അവരെ ആരോഗ്യവും ഫിസിക്കൽ ആരോഗ്യവും മെൻ്റൽ ആരോഗ്യവും എല്ലാം കളഞ്ഞ് പോരാത്തതിന് സ്വന്തം കയ്യിലുള്ള കാശും സ്വത്തും എല്ലാം വാരി മറ്റുള്ളവർക്ക് വേണ്ടി എറിഞ്ഞ് എല്ലാം നശിപ്പിച്ചിട്ട് പോലും പിന്നെയും ഇതാണ് ശരി, ഞാൻ ഇങ്ങനെ ചെയ്യണം, ഞാനിങ്ങനെ അടിമയായിട്ട് ജീവിക്കണം, ഞാൻ മറ്റുള്ളവരെ സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു ടൂള് മാത്രമാണ് എന്ന് വിചാരിച്ച് പിന്നെയും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ വിഭാഗം ഈ ആൾക്കാർ പലപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങളും വിചാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ വിചാരിക്കും ഈ ത്യാഗം ചെയ്യുന്നതാണെന്തോ വലിയ കാര്യം എന്ന് വിചാരിക്കും. ബേസിക്കലി അല്ല. ത്യാഗം ചെയ്യാൻ വേണ്ടിയുള്ള ടൂൾസൊന്നുമല്ല മനുഷ്യന് ഒരുപാട് കാര്യങ്ങളിവിടെ ചെയ്യാനുണ്ട്. അതിൽ അവരുടെ കർമ്മമാണ് ഏറ്റവും പ്രാധാന്യം. ആ കർമ്മം അവരെങ്ങനെ ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇമ്പാക്റ്റ് ചെയ്യും. ഇനി മൂന്നാമത്തെ വിഭാഗം ആൾക്കാരെ പറ്റി പറയാം. ഈ ഒരു കാറ്റഗറിയിൽ അവരാണ് ഏറ്റവും ഭാഗ്യമുള്ള, ഏറ്റവും സ്റ്റെബിലിറ്റിയുള്ള മനസ്സുള്ള, സാത്വിക മനോഭാവത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. അവരെന്ത് കർമ്മം ചെയ്യുമ്പോഴും ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാറില്ല. ഈ ആദ്യത്തെ ഞാൻ പറഞ്ഞ 2 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ അവർ തിരിച്ചെന്തോ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് അവർക്ക് എപ്പോഴും മോശം അനുഭവം ഉണ്ടാകുന്നത്. പക്ഷേ ഈ മൂന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ ത്യാഗം ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ
അവരൊന്നും പ്രതീക്ഷയല്ല ചെയ്യുന്നത്. അവരൊട്ടും സെൽഫ് സെൻറ്റേർഡ് അല്ലാതെ, അല്ലെങ്കിൽ അവരുടെ ഞാനെന്ന് പറയുന്ന ഭാവമില്ലാതെ അവർ ചെയ്യും. ഇതൊരു കാര്യമാണ്, ഇതൊരു കർമ്മം എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്യും. അവരൊരിക്കലും ഒന്നും തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യില്ല. തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല, അവരെവിടെയാണ് ത്യാഗം ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള വ്യക്തമായ ബോധ്യം അവർക്കുണ്ടായിരിക്കും. അവരാരെയും പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. അവർക്ക് ചെയ്യണം തോന്നിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അവരുടെ ജീവിത സാഹചര്യം കൊണ്ടൊന്നും ആയിരിക്കില്ല അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ഗുഡായിട്ടുള്ളൊരു കർമ്മഫലം ഉണ്ടാകുമെന്ന് മാത്രമല്ല, അവർക്ക് വളരെ സ്റ്റെബിലിറ്റിയുള്ള, സമാധാനമുള്ള, സന്തോഷമുള്ള മനസ്സുണ്ടാകും. അവരാണ് ശരിക്കും പറഞ്ഞാൽ അചഞ്ചലമായ മനസ്സെന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോകുന്നത്. നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണനൊക്കെ ആ ഒരു മനോഭാവത്തിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾക്ക്, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കൊരു മോശം അനുഭവം ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരു സമാധാനമുള്ളൊരു മനസ്സ്, ഒരു സന്തോഷമുള്ള ജീവിതം, ഇതിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. അതായത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ചെയ്യുന്നത് ഞാനല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. അതിന് പുറമേ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഈ ഭയങ്കരമായി സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ഈ ഒരു മറ്റുള്ളവരെ കൊണ്ട് ത്യാഗം ചെയ്ത് ആയിപ്പെട്ട ആൾക്കാർ, പ്രത്യേകിച്ച് മെയിൻലി ടോക്സിക് പാരൻസ് തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരുടെ രാജസിക ഗുണം ഹൈ ആവും. ഇത്തരം ആൾക്കാർക്ക് ഈ ബൈപ്പോളാർ ഡിസോർഡർ പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പലരും അതിൻ്റെ സിംറ്റോമെങ്കിലും കാണിച്ചിരിക്കും. ഇത്തരം ആളുകൾ പിന്നീട് പൊട്ടിത്തെറിക്കും ഓരോ സിറ്റുവേഷനിൽ. അവർ പൊട്ടിത്തെറിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവനത് മനസ്സിലാവില്ല, ഇത് എന്തിനാണ് ഈ കാണിക്കുന്നത്, ഇത്ര നിസ്സാര കാര്യത്തിനാണോ നിങ്ങൾ ഈ ദേഷ്യപ്പെടുന്ന ഒരാൾക്കാരെ എപ്പോഴും നിങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ വർഷങ്ങളായി ബിൽഡ് ചെയ്ത് വന്ന ഒരു ഡാമാണ് ഈ പൊട്ടിത്തെറിച്ചതെന്ന് അവർക്കറിയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ മോശം അനുഭവങ്ങൾ, നിങ്ങൾ കടന്നു നടന്ന് പടിപ്പടിയായിട്ട് കയറി വന്ന മോശം അനുഭവങ്ങളെ പറ്റി അവർക്കറിയില്ല. അതിനിപ്പം നമ്മളത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല. ദേ ഡോണ്ട് കെയർ. കാരണം ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അവർ നോക്കുമ്പോൾ. പുറമേ നോക്കുന്ന ആർക്കും അങ്ങനെ തോന്നുള്ളൂ. പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുക്കിയാണ് വലിയ വലിയ മലകളായിട്ട് മാറുന്നത്. അപ്പോൾ അതിങ്ങനെ അടുക്കി വരുന്നാലേ ആ മല എഫക്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ കുഞ്ഞു കാര്യം തന്നെ റിപ്പീറ്റഡ്ലി കുറച്ച് തവണ അടുപ്പിച്ച് പറയുമ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ഹസ്ബൻഡോ നമ്മുടെ പാർട്ട്ണറോ ആരോ ആവട്ടെ, അവർക്ക് തന്നെ പെട്ടെന്ന് ദേഷ്യം വരും. നീ എന്തിനാണ് ഈ ചെറിയ കാര്യത്തിൽ ഇത്രയും ഇതാക്കുന്നതെന്ന് ചോദിച്ച് ബഹളം ഉണ്ടാക്കും. സത്യമായ ഈ കുഞ്ഞു കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി നമ്മളൊരു 2 തവണ പറഞ്ഞപ്പോൾ അവർക്ക് കേൾക്കാൻ വയ്യ. അപ്പോൾ ഇത്രയും വർഷം ഇത് അനുഭവിച്ചു എന്നുള്ള അവസ്ഥ എന്തായിരിക്കും? സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് ട്രൈ ടു ലുക്ക് ഇൻ ടു യു. അതായത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലേക്കാണ് നോക്കേണ്ടത്. പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്കല്ല നോക്കേണ്ടത്. മനസ്സുകൊണ്ട് അനലൈസ് ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്താൽ എന്താവും, ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്താവും. നിങ്ങളുടെ മനസ്സിലൊരു ഈഗോ ഡെവലപ്പ് ആയി കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് അനുഭവങ്ങളും എക്സ്പീരിയൻസും കൊണ്ടുള്ള ട്രോമ ബോണ്ട് ഉണ്ടായി കഴിഞ്ഞു. ട്രോമ ബോണ്ട് മാത്രമല്ല, മറ്റു പല പ്രശ്നങ്ങളും, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് സിൻഡ്രോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞു നിങ്ങളുടെ അനുഭവം കൊണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേക്കൊക്കെ മനസ്സിനെ നോക്കി, മനസ്സ് വെച്ച് അനലൈസ് ചെയ്ത് ഒരിക്കലും ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ തിങ്കിങ്. ഞാൻ ഇപ്പോൾ ഈ പറയുന്ന കാര്യം പോലും എന്നാൽ ഞാൻ ഇന്ന് പോലെ അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ചിന്തയിൽ നിന്ന് പുറത്തേക്ക് ചാടും. ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇങ്ങനെ അവെയറായിട്ടിരിക്കാൻ നമുക്ക് ചിന്തയുടെ ആവശ്യമില്ല. എനിക്കിപ്പോൾ ഈ ക്യാമറയിലോട്ട് നോക്കാൻ ചിന്തയുടെ ആവശ്യമില്ല. എനിക്ക് ഈ കട്ടൻ ചായ എടുത്ത് കുടിക്കാൻ ചിന്തയുടെ ആവശ്യമില്ല. ഇതെല്ലാം എനിക്ക് സ്വാഭാവികമായി ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ബോധമുള്ള ഏത് മനുഷ്യനും ചെയ്യാൻ പറ്റും. സോ ഒരു ദിവസം രാവിലെ എണീച്ച് ഇതെല്ലാം പെർഫെക്റ്റ്ലി അങ്ങ് ചെയ്ത് മറിക്കാനൊന്നും പറ്റത്തില്ല. കുറേശ്ശെ ചെയ്ത് പല തുള്ളി പെരുവെള്ളമാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചെറിയ മോശം അനുഭവങ്ങളും നമ്മൾ ചെയ്ത ത്യാഗങ്ങളും ഒക്കെയാണ് നമ്മളെ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചതെങ്കിൽ, നമ്മൾ ചെറിയ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കുന്ന, ചിന്തയിൽ പെട്ട് കിടക്കാത്ത അവസ്ഥ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ചെറിയ സിറ്റുവേഷൻസ് ഒരു വലിയ വാസ്റ്റ് ഫീൽഡ് തുറക്കും. ഈ ഒരു വാസ്റ്റ് ഫീൽഡിൽ നിങ്ങൾക്ക് ഭയങ്കര സ്വസ്ഥമായൊരു മനസ്സും സമാധാനം ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും ഒരു ദിവസം രാവിലെ എണീച്ച് തീരുന്നല്ല ഞാൻ പറയുന്നത്. ഒരു വാസ്റ്റ്നെസ് ഉണ്ടാവുമെന്ന് മാത്രമല്ല, മെയിൻലി ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ടോക്സിക് പാരൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർ മരണപ്പെടുമ്പോഴല്ലാതെ പോകാറില്ല. അവരെ തല്ലിക്കൊല്ലാനല്ല പറയുന്നത്, അല്ലാതെ പോകാറില്ല. സോ ഈ ഒരു നമ്മുടെ മൈൻഡിൽ നിന്ന് പുറത്ത് കൊടുക്കുന്ന ആ ഒരു അവസ്ഥ, നമ്മുടെ ശരിയായ യഥാർത്ഥ സെൽഫിൽ നമ്മൾ ഇരിക്കുന്ന ചില സമയങ്ങൾ, ഇത് തരുന്ന ഈ വാസ്റ്റ്നെസ്, മനസ്സിന് തരുന്നൊരു വാസ്റ്റ്നെസ് എന്തും ടോളറേറ്റ് ചെയ്യാനും ഏത് പ്രശ്നത്തിലൂടെ ഇങ്ങനെ ഒരു സോഫ്റ്റ് ആറ്റിറ്റ്യൂഡിൽ പോകാനും നമ്മളെ സഹായിക്കും. അതാണ് ശരിക്കും നമുക്ക് വേണ്ടത്. നമ്മളെപ്പോഴും ഈ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റിൽ, പ്രത്യേകിച്ച് പഴയ കാര്യങ്ങൾ കൊണ്ടോ പുതിയ കാര്യങ്ങൾ, ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് മാനസികാരോഗ്യം ഓൾറെഡി പോയി കഴിഞ്ഞു. അത് മാത്രമല്ല, ശാരീരികമായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. എസ്പെഷ്യലി ഈ സ്ട്രെസ്സ് കൂടി നിൽക്കുന്നത് നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കും.
ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വരുന്നത് അതുകൊണ്ടാണെന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി കീപ് ദാറ്റ് ഇൻ മൈൻഡ്. താങ്ക് യു.